രക്ഷയെ സംബന്ധിച്ചുള്ള സീരീസ് ഓഫ് സ്റ്റഡിയുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നാം ആദ്യത്തെ സെഷനിൽ പാർട്ട് 1 ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ച് വളരെ ചുരുക്കമായ ആമുഖം പറഞ്ഞു. ഇനിയും വരുന്ന ക്ലാസ്സിൽ എന്താണ് സോവറിനിറ്റി ഓഫ് ഗോഡ്, സോവറിൻ വിൽ, ഇവയെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കും. എന്നാൽ ദൈവം പരമാധികാരി ആയിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിലൊന്ന്, ദൈവം സമയത്തിന് മുകളിലാണ് എന്ന് പറഞ്ഞാൽ അവൻ സമയത്തിന് കീഴിലല്ല വർക്ക് ചെയ്യുന്നത്. ദൈവത്തിന് സമയമില്ല, ടൈമിനാൽ ബാധിതനല്ല. ടൈം ഒരു ഫാക്ടറേ അല്ല ദൈവത്തിൻ്റെ പദ്ധതികളെ തടയുവാൻ. നമുക്ക് ടൈം ഒരു ഫാക്ടറാണ്, കാരണം നാം സമയത്തിന് വിധേയപ്പെട്ട. പക്ഷെ ദൈവത്തിന് ടൈം ഒരു ഫാക്ടറേ അല്ല. അതുകൊണ്ട് ടൈം കൊണ്ട് ദൈവിക പദ്ധതികളൊന്നും തടസ്സപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയും ബലവും അറിവും ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളെയും കവർ ചെയ്യാൻ കഴിയുന്ന, ഓവർ റൂൾ ചെയ്യാൻ കഴിയുന്ന. അപ്പം ടൈമിനെ കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വിഷ്ഡം, ദൈവത്തിൻ്റെ ജ്ഞാനം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ അറിവ്. ഈ ദൈവത്തിന് ഫോർനോളജ് ഉണ്ടോ? ശരിക്കും ആ പദപ്രയോഗം ദൈവത്തിന് ചേരുന്നതാണ് എന്ന് പറയാൻ കഴിയില്ല. ദൈവത്തിന് ഫോർനോളജ് ഇല്ല, ദൈവത്തിന് നോളജേ ഉള്ളൂ. കാരണം മുൻകൂട്ടി എന്ന ഒരവസ്ഥ ദൈവത്തിനില്ല. ദൈവം മുൻപോ പിൻപോ ആയിട്ടല്ല ജീവിക്കുന്നത്. അത് നമ്മുടെ ബുദ്ധിക്കപ്പുറത്തുള്ളൊരു കാര്യമാണ്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഒരവസ്ഥ ദൈവത്തിനല്ല. ഉണ്ടെങ്കിൽ ദൈവത്തിന് ഇത്ര വർഷം പഴക്കമുണ്ടെന്നാവും. അപ്പം അവന്റെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല. അതിന് ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ് ദൈവം. ദൈവത്തിനൊരു ആരംഭം ഉണ്ടെങ്കിലേ ഇത്ര പഴക്കം എന്ന് പറയാൻ പറ്റൂ. ആരംഭവും അവസാനവും ഇല്ലാത്തവന് ഒരു പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ലാത്തതുകൊണ്ട് ഈ ഫോർനോളജ് എന്ന വാക്ക് അതിൽ തന്നെ ശരിയായ വാക്കല്ല. ദൈവത്തിന് നോളജ് ഉണ്ട്, ഫോർനോളജ് ഇല്ല എന്ന് പറഞ്ഞാൽ, ഫോർനോളജ് ഇല്ലെന്ന് പറഞ്ഞാൽ ദൈവം മുന്നമേ ഒന്നും അറിയുന്നില്ല. ദൈവം എല്ലാം എപ്പോഴും അറിഞ്ഞ് ഇരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് മുന്നറിവല്ല ഉള്ളത്, ദൈവത്തിന് അറിവുള്ളത്. എന്നാൽ സമയത്തിന് കീഴിൽ ജീവിക്കുന്ന മനുഷ്യന്റെ അറിവിൽ അവൻ നോക്കുമ്പോൾ അവൻ വിളിക്കുന്നതാണ് ദൈവത്തിന് മുന്നറിവുണ്ടെന്നുള്ളത്. ദൈവം ഈ പ്രസന്റിലാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അതുകൊണ്ട് ആദ്യം ദൈവത്തിന്റെ അറിവിനെ സംബന്ധിച്ച്, നോളജിനെ കുറിച്ച് നാം തിരുത്തി അറിയേണ്ട ഒരു കാര്യം, ഗോഡ് ഡസൻറ്റ് ഹാസ് ഫോർ നോളജ്. അതൊന്നുകൂടെ ക്ലിയർ ചെയ്യാം. ദൈവത്തിന് ഫോർ നോളജ്, ഇനി നമ്മുടെ അറിവിൽ വേണ്ടി ആ വാക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. നാം ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തെ നോക്കുമ്പോൾ, സമയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ നോക്കുമ്പോൾ ദൈവം മുന്നമേ അറിഞ്ഞു എന്ന് വേണേൽ പറയാം. പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു മുന്നമേ അറിഞ്ഞു, ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനിയും അറിയുമെന്നൊരവസ്ഥയില്ല. എല്ലാ കാലത്തും ഒരുപോലെ ജീവിക്കുന്നതുകൊണ്ട് ദൈവത്തിന് അറിവേ ഉള്ളൂ, മുന്നറിവില്ല. ഓക്കെ, ദൈവത്തിന്റെ ഫോർനോളജ് സംബന്ധിച്ച്, ദൈവത്തിന്റെ നോളജ് അല്ലെങ്കിൽ അറിവ് സംബന്ധിച്ച്, ഈ ഫോർനോളജ് എന്ന വാക്ക് നമ്മൾ കൂടെ ഉപയോഗിക്കുന്നത് നാം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ ഫോർനോളജ് ഇല്ല എന്നത് മനസ്സിൽ നിങ്ങൾ ഹൃദയത്തിൽ കരുതുക. യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ 46-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ഈ ശരിക്കും ദൈവത്തിന്റെ സോവറിനിറ്റി, ദൈവം പരമാധികാരിയാണെന്ന് പറയാനുള്ള എല്ലാ അട്രിബ്യൂട്ട്സും ഒരുപോലെ ചേർന്നിരിക്കുന്ന ഒരു വചനമാണ് യെശയ്യാവ് 46:10. യെശയ്യാവ് 46:10 ഒരു നമ്മുടെ സെന്ററായിട്ടുള്ള പഠനത്തിന് ഏറ്റവും സെന്ററായിട്ട്, കേന്ദ്രമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വചനമാണ് 46:10. 46:10 കഴിഞ്ഞ പ്രാവശ്യം ടൈമിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചായിരുന്നു. ആരംഭത്തിൽ തന്നെ അവസാനം അറിയാം. അപ്പം ഒരേ സമയത്ത് തന്നെ എല്ലാം അറിയാം. അപ്പം ടൈംലെസ് ആണ്. 2, അവൻ ആരംഭത്തിൽ തന്നെ സകലതും അറിയുന്നു എന്നത് അവന്റെ സർവജ്ഞാനത്തെയും കൂടെ കാണിക്കുന്നു. അവൻ സമയത്തിന് അതീതനാണ് എന്നതും, അതുകൊണ്ട് തന്നെ അവൻ
ആദ്യം തന്നെ അവസാനം കണ്ടതുകൊണ്ട് അവനെല്ലാം അറിയാം. അതിനി പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ഒരു കാര്യത്തിന്റെ ആദിയിൽ തന്നെ അതിന്റെ അന്തവും കണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന് ഇനി കാണാനൊന്നുമില്ല, ദൈവത്തിന് ഇനി അറിഞ്ഞ് അത്ഭുതപ്പെടാനൊന്നുമില്ല. അവൻ മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു. അതാണ് അവന്റെ സർവജ്ഞാനം. അവിടെ അടുത്ത വാക്യത്തിൽ എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. അതാണ് സോവറിനിറ്റി. തന്റെ ആലോചന മാറത്തില്ല, അത് നിവൃത്തിയായിരിക്കും. എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. ഇവിടെ രണ്ടാമത് ഒരു രക്ഷയെ സംബന്ധിച്ച് പ്രധാനമായ ഒരു ഇഷ്യൂ ഉള്ളതാണ് ഫോർ നോളജും ഫ്രീ ഡെസ്റ്റിനേഷനും. അവിടെ നാം അറിയേണ്ട ഒരു കാര്യം, ദൈവം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ഒരു കാര്യം അറിഞ്ഞു. ഇപ്പം ആരംഭത്തിൽ തന്നെ അവൻ അവസാനം അറിയുന്നു. അവൻ അറിയാത്ത ഒരു കാര്യവുമില്ല. അപ്പൊ ദൈവം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം അറിയുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അറിഞ്ഞ ഒരു കാര്യം ദൈവം നിർണയിച്ചു എന്നാ അതിന്റെ അർത്ഥം. ദൈവം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം നിർണയിച്ചു. ദൈവം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കപ്പെട്ടു എന്നാ. കാരണം ദൈവം ഒരു കാര്യം അറിഞ്ഞ ശേഷം പിന്നെ അത് മാറുന്നില്ല. ദൈവം അറിഞ്ഞ ഒരു കാര്യം പിന്നെ ചേഞ്ച് ആകുന്നില്ല. ദൈവം അനാദിയിൽ തന്നെ നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം അയ്യോ ഈ കാര്യം ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്നൊരവസ്ഥയില്ല. അപ്പോൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും. അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നിർണയിക്കപ്പെട്ടു, തീർപ്പാക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ അറിവ്, ദൈവത്തിന്റെ നിർണയം, ഇത് രണ്ടും ഒരുപോലെ നടക്കുന്ന, ഒന്നിനു ശേഷമല്ല. ഇത് ഒരു ദൈവശാസ്ത്രപരമായി ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചിന്തയാണ്. ദൈവം മുന്നമേ അറിഞ്ഞു, എന്നിട്ട് കുറെ പേരെ ദൈവം നേരത്തെ തന്നെ രക്ഷിക്കപ്പെടുവാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ട്. ഇഫ് ഗോഡ് നോസ് മീൻസ് ഹി ഡെസ്റ്റൈൻഡ് ഇറ്റ്. അറിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അറിവ് മാറ്റാൻ പറ്റത്തില്ലാത്തതാണ്. നമ്മുടെ അറിവല്ല, ദൈവത്തിന്റെ അറിവ്. നമ്മുടെ അറിവ് പ്രോഗ്രസീവാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അറിവ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന. പക്ഷെ ദൈവത്തിന്റെ അറിവ് ഇൻക്രീസിങ് ഇല്ല, ഡെവലപ്പിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ അവന് അവന്റെ പ്ലാൻ മാറ്റേണ്ട ആവശ്യമില്ല, അവന്റെ പ്ലാൻ അവന് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ദൈവത്തിന്റെ അറിവ് സംബന്ധിച്ച് നാം പ്രധാനമായിട്ട് അറിയേണ്ടത് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഓരോ സംഭവങ്ങളും വികസിച്ച് വരുന്നതിനനുസരിച്ച് അത് അറിഞ്ഞ് അതിനനുസരിച്ച് അവന്റെ അറിവ് വളരുന്നില്ല, ഡെവലപ്പ് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ അറിവിൽ പെട്ട കാര്യങ്ങളൊന്നും, അവൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും മോഡിഫൈ ചെയ്യണ്ട. അവൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ അത് തീരുമാനിച്ചതാണ്. അപ്പം ദൈവത്തിന്റെ അറിവും ദൈവത്തിന്റെ നിർണയവും ഒരു കൊയിന്റെ രണ്ട് വശമാണ്. ഇൻസെപ്പറബിളാണ്, പരസ്പര പൂരകം. ഇത് അറിയുന്നില്ലെങ്കിൽ നമുക്ക് ഒത്തിരി ചോദ്യങ്ങളും കൺഫ്യൂഷൻസും നമ്മുടെ മനസ്സിലേക്ക് വരും. അവൻ അറിഞ്ഞു, അതുകൊണ്ട് അവൻ നിർണയിച്ചിരിക്കുന്നു. കാരണം അവൻ അറിഞ്ഞാൽ അവന് അത് തന്നെ സംഭവിക്കാവുള്ളൂ. അപ്പൊ അവൻ നിർണയിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവൻ അറിയുന്നു. അവൻ അറിയുന്നു, അതുകൊണ്ട് അവൻ നിർണയിച്ചിരിക്കുന്നു. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ആദ്യം എന്താണ്, നിർണയമാണോ അറിവാണോ എന്ന ഡിബേറ്റുകളൊക്കെ ഉണ്ട്. മുന്നോട്ടുള്ള ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ചിന്തയിൽ വരാം. അപ്പം ഒന്ന്, ദൈവത്തിന് ഫോർ നോളജ് ഇല്ല, നോളജ് ആണുള്ളത്. രണ്ട്, ദൈവം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കാര്യം സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം അറിഞ്ഞ ശേഷം അത് ഒരിക്കലും മാറിപ്പോകത്തില്ല. മൂന്ന്, ദൈവത്തിന്റെ ജ്ഞാനം ഇൻക്രീസ് ചെയ്യപ്പെടുന്നില്ല, ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് വേദോസ്തയെ വായിച്ച അങ്ങനെയൊക്കെ തോന്നും. ദൈവം ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദൈവം ഞെട്ടുന്നു, സർപ്രൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ദൈവം അപ്പോൾ ആ കാര്യം കേട്ടതുപോലെ ദൈവം റിയാക്ട് ചെയ്യുന്നു. ഇതൊക്കെ ശരിക്കും നാം പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈ രക്ഷാ ശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. എന്തുകൊണ്ടാണ് ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ദൈവം സർവജ്ഞാനിയാണെങ്കിൽ, എല്ലാം അറിയുന്നവനാണെങ്കിൽ, സമയത്തിന് മുമ്പേ കാര്യങ്ങൾ കാണുന്നവനാണെങ്കിൽ നമ്മളെപ്പോലെ ദൈവം പെരുമാറുന്ന പോലെയൊക്കെ തോന്നും. അതൊക്കെ വേദപുസ്തകം നമുക്ക് വ്യക്തമായിട്ട് അതിനെല്ലാം ഉത്തരം തരുന്നുണ്ടെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ
ജ്ഞാനത്തെക്കുറിച്ച് യെശയ്യാവ് 46:10 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. താൻ എന്താണോ ആലോചിച്ചത്, ദൈവത്തിന് പുറത്തൊരു കൗൺസിലിന്റെ ആവശ്യമില്ല. തന്റെ ഹിതം തന്നെയാണ് തന്റെ കൗൺസിൽ. ദൈവത്തിന് ഇൻഫർമേഷൻസ് ഇല്ല. നമുക്കാണ് ഇൻഫർമേഷൻ. നമുക്ക് കാര്യങ്ങൾ, നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയില്ല. നടന്ന കാര്യങ്ങൾ തന്നെ എന്തെല്ലാം അറിയാത്തതുണ്ട്. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല, നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇൻഫർമേഷൻസ് വേണം. ദൈവത്തിന് ഇൻഫർമേഷൻസിന്റെ ആവശ്യമില്ല. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നിടത്ത് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് അവൻ ഓൾറെഡി അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ഇൻഫർമേഷൻസ് അല്ല കൈമാറേണ്ടത്. പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴല്ല ദൈവം ആ കാര്യം അറിയുന്നത്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അത് അറിഞ്ഞെന്നാ. അപ്പൊ അതിന്റെ അർത്ഥം ദൈവത്തിന് ഇൻഫർമേഷൻസ് കൊടുക്കാൻ കഴിയത്തില്ല. കാരണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞവന് ഇനി ഇൻഫർമേഷന്റെ ആവശ്യമില്ല. വേറെ ചില വാക്യം കൊണ്ട് വായിക്കാം. 40 യെശയ്യാവ് 40:13-14. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാ. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ ആരാണ് ഗ്രഹിപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്റെ ആലോചനയുടെ, ഹിതത്തിന്റെ ആലോചന പ്രകാരം കൗൺസിൽ ഓഫ് ഹിസ് വിൽ എന്ന് 1:11 നമ്മൾ എഫേസിൽ വായിച്ചു. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു ഇൻഫർമേഷനും എടുക്കത്തില്ല ദൈവം. പുറത്തുനിന്നുള്ള ഒരാലോചനയുടെ ആവശ്യമില്ല. പുറത്തുനിന്നുള്ള ഒരു ചോയ്സും തനിക്ക് വേണ്ട. ആ ആട്രിബ്യൂട്ടാണ്, ആ ജ്ഞാനമാണ് തന്നെ പരമാധികാരിയാക്കുന്നത്. എന്തുകൊണ്ടാണ്? ലോകത്തിൽ അധികാരികളുണ്ട്, സ്വേച്ഛാധികാരികളുണ്ട്. പക്ഷെ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ധന്യനായ ഏകാധിപതി എന്ന. ലോകത്തെ ഭരിച്ച ഒത്തിരി ഏകാധിപതികളും സ്വേച്ഛാധിപതികളും ഉണ്ട്. അവരുടെ ജ്ഞാനവും അറിവും ടൈമിന് വിധേയപ്പെട്ടതും അവരുടെ തെരഞ്ഞെടുപ്പുകൾ പല കാര്യങ്ങളാൽ ഡിപ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവർ ആരും പരമാധികാരിയോ അവരാരും സോവറിൻ അധികാരത്തിൽപ്പെട്ട അല്ലെങ്കിൽ സകലത്തെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവരല്ല. ദൈവം പക്ഷേ സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമാണെന്ന് പറയുമ്പോൾ ദൈവം ഒരു സ്വേച്ഛാധിപതിയല്ല. മുന്നോട്ടുള്ള ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാവും. തന്നിഷ്ടം പോലെ, തോന്നിവാസം പോലെ ചെയ്യുക എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. തന്റെ ഇഷ്ടത്തിന്റെ ആലോചന പ്രകാരം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ദൈവം ഒരു തന്നിഷ്ടക്കാരനാണല്ലോ. അല്ല, ദൈവത്തിന്റെ സോവറിനിറ്റിയെ നമ്മൾ വേറൊരു ആംഗിളിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം എങ്ങനെയാണ് തന്റെ ഇഷ്ടത്തെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാത പഠിപ്പിക്കുകയും അവന് പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്. പുറത്തുനിന്നുള്ള കൗൺസിൽ വേണ്ട, പുറത്തുനിന്നുള്ള അറിവുകൾ അവന് വേണ്ട, പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻസ് അവന് വേണ്ട. ആരാണ് അവന് ഇതൊക്കെ ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നത്? അവനെല്ലാം അറിഞ്ഞവനാണ്. നമ്മൾ എബ്രായർ 4:13 വായിക്കുന്ന ഒരു വാക്കുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വചനങ്ങളാ. ഹീബ്രു 4:13. സകലതും അവന് നഗ്നതും അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയില്ല. ഒരു സൃഷ്ടി അവൻ സൃഷ്ടിച്ച ഒന്നും അവന് മറിഞ്ഞിരിക്കുന്നില്ല. അടുത്തത്, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടത്ര നമുക്ക് കാര്യമുള്ളത്. അപ്പം ആ നിലയിൽ എല്ലാം നേക്കടായിരിക്കുന്ന ഒരു ദൈവം തന്റെ ജ്ഞാനത്തിലാണ് നമ്മുടെ രക്ഷാപദ്ധതിയും നിവർത്തിച്ചിരിക്കുന്നത്. അത് നമ്മളെ ഒത്തിരി അത്ഭുതമുളവാക്കുന്ന, നമ്മളിൽ ആശ്ചര്യമുളവാക്കുന്ന, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്ന് പറഞ്ഞ് വിസ്മയിച്ചു പോകത്തക്കവണ്ണമാണ് ദൈവം തൻ്റെ ടൈംലെസ് ആയ സ്വഭാവം കൊണ്ടും തൻ്റെ നിത്യജ്ഞാനം കൊണ്ടും കാര്യങ്ങളെ കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സദൃശ്യവാക്യം അതിൻ്റെ 15-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം കുറെ ഭാഗത്ത് മാത്രം ദൈവത്തിന്റെ ദൃഷ്ടി എത്തുള്ളൂ അല്ല, അവൻ എല്ലാവരെയും കാണുന്നു, ആകാത്തവരെയും. ഈ വിശുദ്ധന്മാര് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, മധ്യസ്ഥരായിട്ടുള്ളവർ, അവർ ആരും ഈ സ്വഭാവമുള്ളവരല്ല. അമേരിക്കയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ
ആ അമേരിക്കയിലിരിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന കേൾക്കാൻ ഈ മധ്യസ്ഥന് കഴിയുമെങ്കിൽ ഇന്ത്യയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുടെ മധ്യസ്ഥ പ്രാർത്ഥന അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയത്തില്ല. കാരണം അദ്ദേഹം ഒരേ സമയത്ത് എല്ലായിടത്തും ഉള്ള ആളല്ല. നമ്മൾ ഈ ആൾക്കാരൊക്കെ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, മധ്യസ്ഥ പ്രാർത്ഥന. അവരാരും സർവജ്ഞാനിയല്ല, സർവവ്യാപിയല്ല. അവർ എല്ലായിടത്തും ഒരുപോലെ ഇരിക്കാനും കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന് മാത്രമാണ് ആകാത്തവരെ നല്ലവരെ നോക്കിക്കൊണ്ട് ഒരുപോലെ ഇരിക്കാൻ കഴിയുന്നത്. അപ്പം ഒരാളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ എനിക്ക് വേറൊരാളുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. എൻ്റെ മുമ്പിൽ 3 പേരിയ്ക്കുന്നു. എനിക്ക് ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വലത്തുഭാഗത്തിരിക്കുന്ന ആളെ നോക്കണമെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്താലേ പറ്റുള്ളൂ. അതിന്റെ ഇടത്തുഭാഗത്തിരിക്കുന്ന ആളെ നോക്കണമെങ്കിലും ഞാൻ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ മുഖത്ത് കണ്ണെടുക്കണം. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ 3 പേരെയും ഒരുപോലെ നോക്കാനായിട്ട് ദൈവത്തിന് കഴിയും. അതല്ലെങ്കിൽ ഒരു മാർച്ച് പാസ്റ്റ് ചെയ്തു വരുന്ന ഒരു സേന, അവരുടെ സല്യൂട്ട് സ്വീകരിക്കാൻ നിൽക്കുന്ന ആ സൈന്യാധിപന് തന്റെ മുമ്പിൽ വരുന്ന ആ സോൾജിയറെ മാത്രമാണ് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിന് ആ 1,00,000 പേരുള്ള ഒരു സേനയാണ് കടന്നു പോകുന്നെങ്കിലും 1,00,000 പേരെയും ഒറ്റ സെക്കൻഡിൽ തന്നെ എല്ലാവരുടെ മുഖം ഒരുപോലെ കാണാൻ കഴിയും. അതാ ദൈവം സർവജ്ഞാനിയാണ്. അവൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. സകലതും അവന് നഗ്നതും മലർന്നതുമായിരിക്കും. ഹല്ലേലൂയ. ഇനി മനുഷ്യരെ അറിയുന്നതിൽ സകല സൃഷ്ടിയും അവന് മറഞ്ഞിരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് മനുഷ്യന്റെ കാര്യം കർത്താവ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യന്റെ കാര്യം പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. 139 സങ്കീർത്തനം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ എഴുതിയിരിക്കണം, യഹോവേ നീ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു. ഓക്കെ, ഞാൻ എവിടെയാണ്, ഏത് സ്ഥലത്താണ്, എവിടേക്കാണ്, അപ്പൊ വേറെയാം എന്നത് അറിയാം. 2, എന്റെ നിരൂപണം നീ ദൂരത്ത് നിഗ്രഹിക്കുന്നു. 2, എന്റെ ഹൃദയത്തിലെ ചിന്തകള് അവനറിയാം. മനുഷ്യന് തീരുമാനം എടുത്തു കഴിഞ്ഞ് പ്രവൃത്തിയിലേക്ക് വരുമ്പോഴായിരിക്കാം പല കാര്യങ്ങളും അറിയാവുന്നത്. പക്ഷേ പ്രവൃത്തിയിൽ എത്തുന്നതിന് മുമ്പ് നിരൂപണങ്ങളും കൂടെ അവനറിയാം. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക്, എന്റെ മനസ്സിലുള്ള പ്ലാനുകൾ വരെ അവൻ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞു. അടുത്തത്, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് പോലും എന്റെ നാവിന്മേലില്ല. എന്റെ ശബ്ദം, എന്റെ വാക്ക്, ഞാൻ ഉച്ചരിക്കുന്ന എല്ലാ വാക്കും, എന്റെ വാക്ക് എന്റെ തീരുമാനത്തിൻ്റെതായിട്ട് പുറത്തു വരുന്നതാണ്. അതും മുഴുവനും എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം വരെ കാത്തിരുന്ന് കേട്ട ശേഷം മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ലോകാരംഭം മുതലേ എന്റെ മുഴുവനും വാക്ക്, എന്റെ മുഴുവനും സംസാരം, ഞാൻ കിടക്കാൻ പോകുന്ന സ്ഥലം, നടക്കാൻ പോകുന്ന സ്ഥലം, എന്റെ വഴികൾ, എന്റെ മനസ്സിലെ പ്ലാനുകൾ, എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, ഇവയെല്ലാം അറിയുന്നു. ഇത് സംഭവിച്ച് കഴിഞ്ഞിട്ടല്ല അവൻ അറിയുന്നു. അയ്യോ, എനിക്ക് ഇങ്ങനൊരു കാര്യം അറിയാൻ മേലായിരുന്നല്ലോ എന്ന്, ഇങ്ങനൊരു കാര്യം നീ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് കർത്താവിന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ആരംഭത്തിൽ തന്നെ എന്റെ വാക്കുകളെല്ലാം അറിഞ്ഞവൻ, ആരംഭത്തിൽ തന്നെ ഞാൻ കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നവൻ. അപ്പോൾ തന്നെ അത് അവൻ പ്രസന്റിൽ അറിയുന്നു. കാരണം അവൻ പാസ്റ്റിലും ഫ്യൂച്ചറിലും അല്ല, എന്റെ ഫ്യൂച്ചറിൽ അവൻ ജീവിക്കുന്നു. ഹീ ഈസ് മൈ ഫ്യൂച്ചർ. എന്റെ ഫ്യൂച്ചറിൽ അവൻ ജീവിക്കുന്നു. അവന് ഫ്യൂച്ചറില്ല, എന്റെ ഫ്യൂച്ചറിൽ അവൻ ജീവിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. ഇതൊന്നും നമ്മൾക്ക് നമ്മുടേതായ പരിമിതമായ ചിന്തകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. പല ചോദ്യങ്ങളുണ്ട്. ഇത് ഇപ്പം പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാക്യങ്ങളല്ല. ഇത് ഇനി മുന്നോട്ടുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ അതാത് സമയത്ത് ഈ വാക്യങ്ങളൊക്കെ വീണ്ടും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദൈവത്തിന് ആഫ്റ്റർ തോട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരാള് പരാജയപ്പെട്ടു, ഇവൻ പരാജയപ്പെട്ടു, ഇനി ഇവന് വേണ്ടി എന്ത് ചെയ്യണം? ഒരാൾ ജനിച്ചു, ഇവൻ ജനിച്ചു പോയല്ലോ, ഇനി ഇവന് വേണ്ടി എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്? ഒരു കാര്യം സംഭവിച്ച ശേഷമല്ല അവനൊരു തീരുമാനം എടുക്കുന്നത്. നോ ആഫ്റ്റർ തോട്ട്. അത് നമുക്കറിയാം. ആദാമും ഹവ്വായും പാപം ചെയ്ത ശേഷം എടുത്ത തീരുമാനമൊന്നുമല്ല യേശു ക്രിസ്തുവിന്റെ മരണം. ലോകസ്ഥാപനം മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന്. അപ്പം സൃഷ്ടിക്ക് മുമ്പ് രക്ഷ, വീണ്ടെടുപ്പ്, വീഴ്ച എല്ലാം അറിഞ്ഞിട്ടാണ് കർത്താവ് ഇതെല്ലാം തുടങ്ങിയത്. അപ്പൊ ദൈവത്തിന് അതൊരു ആഫ്റ്റർ തോട്ടായിട്ട് സംഭവിച്ചതല്ല, സകല കാലത്തിന്. അതുകൊണ്ടാണല്ലോ ലോകസ്ഥാപനം മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനം മുമ്പേ തെരഞ്ഞെടുത്തെങ്കിൽ വീഴ്ചയ്ക്ക് മുമ്പേ തെരഞ്ഞെടുത്തല്ലോ. വീഴ്ചയ്ക്ക് മുമ്പേ തെരഞ്ഞെടുത്തെങ്കിൽ നമ്മൾ വായിക്കുന്ന സകല കാലത്തിനു മുമ്പേ
അവൻ തന്റെ വിശുദ്ധ വിളിയുണ്ട്. അപ്പൊ കാലത്തിന് മുമ്പേ അവൻ വിളിച്ചെങ്കിൽ കാലത്തിന് മുമ്പേ ക്രിസ്തു മരിക്കണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആഫ്റ്റർ തോട്ടല്ല, ഒരു സംഭവത്തിന് ശേഷം അല്ല ഒരു തീരുമാനം എടുക്കുന്നത്. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുന്നതും ഒരു കാര്യം സംഭവിക്കും മുമ്പ് അവയെ പ്രസ്താവിക്കാൻ ആർക്ക് കഴിയും എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. സോ അവന്റെ ജ്ഞാനം അപ്രമേയമാണ്. അവനെക്കുറിച്ച് നമ്മളെ റോമാലേഖനം 11:36 വായിക്കുന്നത് ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുവാനുള്ളവൻ. അതായത് അവന് കവർ ചെയ്യാൻ കഴിയാത്തൊരു ഏരിയ ഇല്ല. റോമർ 11:36 സകലതും അവങ്കൽ നിന്നും അവനാലും അവങ്കലേക്ക്. ആ വാക്യമാണ്. എന്ന് പറഞ്ഞാൽ അവനെ കൂടാതെ ഇല്ല, അവന് വേണ്ടി അല്ലാതെ ഒന്നുമില്ല, അവൻ കവർ ചെയ്യാത്തൊരു മേഖലയില്ല. സകലതും അവങ്കൽ നിന്ന് അവനാലും അവങ്കലേക്ക്. ഇതിന് പുറത്ത് പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ ഒരാറ്റം പോലും ജീവിക്കുന്നില്ല. അത്രയ്ക്കും ദൈവം സർവജ്ഞാനിയാണ്. അതുകൊണ്ടാണ് അവൻ പരമാധികാരിയായിരിക്കുന്നത്. സങ്കീർത്തനം 33:11 യഹോവയുടെ ആലോചന, അത് കാരണം അവന്റെ കൗൺസിൽ ശാശ്വതമാണെന്ന്. ദൈവം ഒരു കാര്യം ആലോചിച്ചെങ്കിൽ അത് നിത്യമാണ്, അതിന് ചേഞ്ച് ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇൻഫർമേഷൻസിനനുസരിച്ച് പുതിയ പുതിയ സംഭവ വികാസങ്ങൾക്കനുസരിച്ച് അവൻ തന്റെ ആലോചനകൾ മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് ആശ്രയിക്കാൻ കഴിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ ചേഞ്ച് ചെയ്യുന്ന ഒരാളുടെ പുറകെ എങ്ങനെയാണ് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത്? ഇപ്പം ദൈവത്തെക്കുറിച്ചുള്ള ഒരു ആരോപണം എല്ലാം ഓൾറെഡി തീരുമാനിച്ചു വെച്ചെങ്കിൽ പിന്നെ ദൈവമല്ല എല്ലാം തീരുമാനിച്ച മനുഷ്യന് പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം? അപ്പോൾ ആ ചോദ്യം നമ്മുടെ രക്ഷയായിട്ട് ബന്ധത്തിൽ വരുന്നുണ്ട്. ദൈവം കുറെ പേരെ രക്ഷിക്കപ്പെടാനായിട്ട് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു, കുറെ പേരെ നരകത്തിൽ പോകാൻ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു. ഇതാണല്ലോ ദൈവത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ഉള്ള ഒരു ആശയക്കുഴപ്പം, ചിന്താക്കുഴപ്പം. പക്ഷേ അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ചിന്തിക്കാം. ആദ്യം ഇങ്ങനെയൊന്നും ചിന്തിച്ച് ദൈവം കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, അതാത് സമയങ്ങളിലാണ് തീരുമാനിക്കുന്നെങ്കിൽ, എന്നാണ് ദൈവം നാളെ തീരുമാനിക്കാൻ പോകുന്ന അറിയാൻ മേലായെങ്കിൽ നമുക്ക് അതിനേക്കാളും വലിയ ആശയക്കുഴപ്പമല്ലേ ദൈവത്തോടൊപ്പം നടക്കുന്നത്. അപ്പം സകലതും ഫിക്സ് ചെയ്ത് പ്ലാൻ ചെയ്ത് തന്റെ തിരികത്തിന്റെ ആലോചന പ്രകാരം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പ്ലാനുള്ള ഒരാളുടെ കൂടെ നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ ധൈര്യവും ഉറപ്പുള്ളതായിത്തീരുന്നത്. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. നാളത്തെ കാര്യം കൂടെ അറിഞ്ഞ ശേഷം ഞാൻ തീരുമാനിക്കാം എന്നാണ് ദൈവം പറയുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിനൊരു ഫോർനോളജ്, നമ്മുടെ ഭാഷയിൽ ഫോർനോളജ് ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന്റെ മുകളിൽ ഒരാരോപണം വെക്കാനുള്ളതല്ല, മറിച്ച് നമുക്ക് ദൈവത്തെ ആശ്രയിക്കാനുള്ളതാണ്. അപ്പൊ തന്റെ ആലോചന ശാശ്വതം, അത് മാറത്തില്ല. തന്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായിട്ട് നിൽക്കും. ദൈവത്തിന് ഒറ്റ പ്ലാനേ ഉള്ളൂ, ബി പ്ലാൻ ഇല്ല. ദൈവത്തിന് ബി പ്ലാൻ ഇല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പ്ലാനുകളില്ല, ഇത് ഒത്തില്ലെങ്കിൽ മറ്റൊന്നെടുക്കാം എന്ന ഒരു പ്ലാൻ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിന് ചോയ്സ് ഇല്ല, തെരഞ്ഞെടുപ്പില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് ഫ്രീ വിൽ ഉള്ളത്. ദൈവത്തിന് ബി പ്ലാൻ ഇല്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു ദൈവം, ദൈവമായിരിക്കുന്ന ഒരു ജാതി എത്ര ഭാഗ്യമുള്ളതെന്നാണ് അടുത്ത വാക്യം പറയുന്നത്. ദാനിയേൽ 2:21-22. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. കർത്താവിന് ഒരു കാര്യവും ഇൻഫർമേഷനായിട്ട് വരത്തില്ല എന്നാണ് ഈ വാക്യം അറിയിക്കുന്നത്. ഇനി ലാസ്റ്റ് 147 സങ്കീർത്തനം 4 വാക്യം. 147 സങ്കീർത്തനം 4 വചനത്തിൽ അവൻ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. അതിങ്ങനെയാണ്: അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേര് വിളിക്കുന്നു. ഈ സയൻസ് ഇത്രയും വികസിച്ചെങ്കിലും ഒരു സയന്റിസ്റ്റിനും നമ്മുടെ ഈ ഗാലക്സിയിൽ എന്തുമാത്രം അനേക ഗാലക്സികളുണ്ടെങ്കിലും നമ്മുടെ ഈ സോളാർ സിസ്റ്റമുള്ള നിൽക്കുന്ന ഈ ഗാലക്സിയെ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ ഗാലക്സിയിലെ നക്ഷത്രങ്ങൾ എത്രയുണ്ടെന്ന് പോലും അവർക്ക് എണ്ണാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഒരു മാർഗവും അവർക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
കോടാനുകോടി നക്ഷത്രമുണ്ട് എന്ന് മാത്രമേ മനുഷ്യനെ മുകളിലോട്ട് നോക്കി കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ. ബില്യൺസ് ഓഫ് ബില്യൺ, മില്യൺസ് ഓഫ് മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് ബില്യൺസ്, ട്രില്യൺസ് ഓഫ് ട്രില്യൺസ് നക്ഷത്രം എന്ന് മാത്രമേ ഇതിനെ നോക്കി കണ്ടിട്ട് വിസ്മയത്തോടെ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ദൈവം ഓരോന്നിനെ എണ്ണിയിരിക്കുന്നു എന്നാണ്. 2000 ആണ്, 2000, 8565 ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കണം ദൈവത്തിന്റെ കയ്യിലെ എണ്ണം. നക്ഷത്രത്തിന്റെ എണ്ണം കറക്റ്റ് എണ്ണം വെച്ചിരിക്കുന്നവൻ ദൈവം മാത്രം, സയന്റിസ്റ്റ് അല്ല. സയന്റിസ്റ്റിന് ട്രില്യൺസ് ഓഫ് ട്രില്യൺ നക്ഷത്രം എന്ന് പറയാനേ കഴിയത്തുള്ളൂ. പക്ഷെ ദൈവത്തിന് ഓരോ നക്ഷത്രത്തിന്റെയും പേര് അറിയാം, എണ്ണം അറിയാം. 2, അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. ഈ പേർ ചൊല്ലി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ഡിഫറെന്റ് മീനിങ് ആണ്. പേർ ചൊല്ലി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ് ആയിട്ട് അറിയാം. ദൈവം ഓരോ നക്ഷത്രവുമായിട്ട് പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു. ഓരോ നക്ഷത്രത്തോടും ദൈവത്തിന് പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന് പേർ ചൊല്ലി വിളിക്കുന്നു, അവയെ അറിയുന്നു. പേർ ചൊല്ലി വിളിക്കുന്നു, അറിയുന്നു എന്ന് പറഞ്ഞാൽ ഓരോ നക്ഷത്രം സുരേഷ്, രമേശ്, രാജേഷ് എന്ന് പറഞ്ഞ പേര് ഇട്ടിട്ട് ആ പേരറിയാവുന്നുള്ളതല്ല. ഓരോ നക്ഷത്രത്തിന്റെ അകത്തും എന്തുമാത്രം ഉണ്ട് ഇനി കത്താൻ വാതകം, എത്ര നാളുകൂടെ അതിലുള്ള ഫ്യൂല് കത്താനുണ്ട്, അതിൽ എന്തുമാത്രം ചൂടുണ്ട്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, എല്ലാം അവൻ അറിഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പം പേർ ചൊല്ലി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ് ആയ അറിവാണ്. ദൈവം വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ കഴിയത്തക്കോണം ദൈവത്തോട് കോണ്ടാക്ട് ചെയ്ത് നിൽക്കുന്നതാണ് നക്ഷത്രം. നമ്മുടെ ചിന്തയ്ക്കപ്പുറം ലോകം ഇത്രയും വികസിച്ചിട്ടും കോടാനുകോടി നക്ഷത്രം എന്ന് മാത്രം പറഞ്ഞു നിൽക്കുമ്പോൾ ദൈവം ഓരോ നക്ഷത്രത്തിന്റെ എണ്ണവും എടുക്കുന്നു, അതിനെ പേർ ചൊല്ലി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അവയെ പേഴ്സണലായിട്ട് അറിയുന്നു. ഇനിയും എത്ര ദിവസം കൂടെ കത്താനുള്ള ഫ്യൂവൽ നക്ഷത്രത്തിലുണ്ട് എന്നും എന്നാണ് ആ നക്ഷത്രം ഒരു ഇരുണ്ട നക്ഷത്രമായി തീരുന്നത്, ഇതെല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തുള്ള മാസ്, അതിൻ്റെ അകത്തുള്ള എനർജി, അതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ, ഇത് മൊത്തം അളന്ന് തൂക്കി അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ മുന്നറിവിലാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്നതാണ് രക്ഷയിലെ ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ ദൈവത്തെ പരമാധികാരിയാക്കുന്ന ഒന്നാമത്തെ ഘടകം ദൈവസമയത്തിന് അതീതനാണ്. രണ്ടാമത്തെ ഘടകം ദൈവം എല്ലാ അറിവുകൾക്കും ഇൻഫർമേഷൻസിനും അപ്പുറം ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ കഴിയാത്തവണ്ണം, മാറാതെ വണ്ണം താൻ നിത്യമായി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിരിക്കുന്നു. എന്നാൽ ആ അറിവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിർണയമാണ്. ദൈവം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി അത് മാറത്തില്ല. ദൈവത്തിന്റെ ആലോചന ശാശ്വതമാണ്. അപ്പൊ അവനൊരു കാര്യം മുൻകൂട്ടി അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും. അപ്പോൾ ദൈവം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കാര്യം ദൈവത്തിന്റെ ഡിവൈൻ ഡിക്രിയാണ്, ദൈവം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത പാർട്ടിൽ നമുക്ക് വിശദീകരിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.